ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ പുതിയ ചാമ്പനെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ചാമ്പ. അപ്പോൾ ക്രിംസൺ റെഡിനെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക, അത് അതിൻ്റെ റിവ്യൂ ഒന്ന് തരാമെന്നുള്ളതാണ്. തൈകളൊന്നും ആയിട്ടില്ല, ഉടനെ തൈകളൊക്കെ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത 2-3 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കണം. പിന്നെ പുതിയ തൈകൾ കുറച്ച് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് സാമ്പിളിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇത് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പേരിലേക്കൊന്നും കടന്നിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും പേരിടലൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങൾ. നല്ലൊരു ചാമ്പ കഴിക്കുക, അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട മരങ്ങളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ നഴ്സറികളിൽ പോയാൽ ഏത് പേര് ചോദിച്ചാലും അവരില്ല എന്ന് പറയില്ല. ഇനിയിപ്പോൾ എന്ത് പേര് ചോദിച്ചാലും അവരുണ്ട് എന്ന് പറയും. ഒരു ചാമ്പ നല്ല ഒരു ഉറപ്പൊക്കെ ഉള്ള ആളുകളെടുത്ത് നിന്ന് വാങ്ങിക്കുക, നമ്മളെ ചീറ്റ് ചെയ്യില്ല എന്നുള്ള. കാരണം ഒരുപാട് 100 കണക്കിന് ചാമ്പകളുണ്ട്. അതിൽ വളരെ തുച്ഛമായിട്ട് ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന അത്ര നല്ല വെറൈറ്റികളുള്ളൂ. അപ്പം നല്ല വെറൈറ്റികളുടെ ചാമ്പ വാങ്ങി വെക്കാമെന്നൊക്കെ. മറ്റേ ചിലവർക്കൊക്കെ ചാമ്പ വേണ്ട എന്നുള്ളൊരു കാരണം എന്താ, വീട്ടിൽ വെച്ചിട്ട് വവ്വാല് പോലെ തിന്നുന്നില്ല. ഞാൻ 1-2 വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില യൂട്യൂബിൽ ഭയങ്കര ടേസ്റ്റുള്ള ചാമ്പ എന്നൊക്കെ പറയും. നേരെ അതിൻ്റെ ക്യാമറ ഇങ്ങനെ അടിയിൽ കൂടെ പോകുന്നുണ്ടാവും. 100 കണക്കിന് ചാമ്പ, 1000 കണക്കിന് ചാമ്പ അടിയിൽ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നുണ്ടാവും, വീണ് കിടക്കുന്നുണ്ടാവും. എന്നിട്ടാണ് ഇവർ ഇതെടുത്തിട്ട് തിന്നിട്ട് കാണിച്ചു തരുന്ന സൂപ്പർ ടേസ്റ്റാണ്. നമുക്കറിയാം നമ്മളെ വീട്ടിലൊരു ചാമ്പ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം എൻ്റെ വീട്ടിൽ ഈ ഒരു ചാമ്പ ഉണ്ടെങ്കിൽ ഞാൻ അത് താഴത്ത് വീണ് നല്ല ടേസ്റ്റുള്ള ആണെങ്കിൽ താഴത്ത് വീണ് കിടക്കുമോ? ഇവിടെ ക്യൂ നിൽക്കും ആളുകൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ ചാമ്പൻ്റെ തൈ കാണിക്കുമ്പോൾ ആ മരത്തിൻ്റെ അടിയിലേക്കൊന്ന് നോക്കിയാൽ മതി എത്ര ചാമ്പ ചത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത്. വിഭവാല് പോലും കിളികൾ പോലും തിന്നാത്ത ചാമ്പകളൊക്കെ ഒരുപാട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആദ്യകാലത്തൊക്കെ ആ വീഡിയോകൾ കണ്ടിട്ട് നമ്മൾ ഒരുപാട് തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഒരു വിളവെടുപ്പ് കാണിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് വിളവെടുത്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ സൈസ് കണ്ടില്ലേ? ഞാനിതൊന്ന് തൂക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരണം കേട്ടോ, എത്ര ഉണ്ട് എന്നുള്ളത്. ഇതിമ നിർത്താനും വയ്യാതെ, നിർത്തിയിട്ടുണ്ടെങ്കിൽ വവ്വാലും അണ്ണാനൊക്കെ കൊണ്ടുപോവുകയാണ്. കണ്ടില്ലേ? കടിച്ചാൽ ഇത് വിണ്ട് കയറിയതാണ്, പൊട്ടിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാമ്പ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കാം. അതിൻ്റെ മധുരമൊക്കെ ഞാൻ രാത്രി കട്ട് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. 2 ചാമ്പ, ഒരു ആവറേജ് ചാമ്പനെ ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് തൂക്കം നോക്കട്ടെ. നമ്മുടെ അടുത്തൊരു ഷോപ്പുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ തൂക്കം നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞുതരാം എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത്. ആവറേജ് തൂക്കം എത്ര ഉണ്ടെന്ന് പറഞ്ഞുതരാം. പക്ഷേ ഞാനിതിന് മുന്നേ ഒന്ന് കഴിച്ചിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞില്ല, കഴിച്ച ടേസ്റ്റ് പറയാൻ നല്ലത്. അപ്പോൾ നമുക്ക് രാത്രി കാണാം. നമ്മളോടുണ്ട് ഒരു മരം ഇങ്ങനെ പൂത്ത് ആദ്യത്തെ പ്രാവശ്യം നല്ല ഉണ്ടായിരുന്നു. അപ്പോ നമ്മളെ അടുത്തുള്ള ഷോപ്പിൽ വന്നാണ് കേട്ടോ. അപ്പൊ ഒന്ന് നമ്മളെ അയൽവാസിയാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് അതിന്റെ തൂക്കം ഒന്ന് നോക്കട്ടെ എത്ര ഉണ്ട് എന്നുള്ളത്. 130 ഗ്രാം ഉണ്ട്. 2 വെച്ചപ്പോ 265. അപ്പൊ ഒരു ആവറേജ് 130 ഗ്രാമാണ് ഇതിന്റെ തൂക്കം വരുന്നത്. ഓക്കെ, എന്തായാലും ഒന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തു തൂക്കം നോക്കാം. അപ്പോൾ 135 ഗ്രാം ആവറേജ്, അല്ലെങ്കിൽ 130 ഗ്രാം നമുക്കൊരു ആവറേജ് ഒരു ചാമ്പൻ്റെ തൂക്കമാണുള്ളത്. ഇത് നമ്മുടെ എമറാൾഡ് ഗ്രീൻ ചാമ്പയാണ്, പഴുത്തിട്ടില്ല. അപ്പോൾ ഒരു ടൈം ഉണ്ടായതൊക്കെ എണ്ണാകുമ്പോൾ ഉണ്ടായി. അപ്പോൾ അടുത്ത ടൈം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിറയെ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്, വലുതായിട്ടില്ല, അത് ചെറുതാണ്. അത്യാവശ്യം നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് വരാം. നമുക്കിന്ന് കോട്ടയത്ത് നിന്ന് 2-3 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം.
നിങ്ങൾ എവിടെന്നാ പറഞ്ഞ സ്ഥലം? കോട്ടയം പുതുപ്പള്ളി. പുതുപ്പള്ളി. അപ്പൊ നാംഡോക്ക് മാങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്യാലോ. കഴിക്കാൻ കിട്ടുന്ന റസാഖ് കണ്ടി വന്നത് അപ്പൊ റസാഖ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ലൈവ് അറിയാലോ. തൊല്ലി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കളിച്ചാൽ മതി. ഇങ്ങപ്പുറത്തൊരു മാങ്ങ കിട്ടും. സൂപ്പർ. അതാണ് ഞാൻ ഗ്രേഡ് ചെയ്തത്. ഇവിടെ നിന്ന് തുടങ്ങാന്ന് വെച്ചു. ഭയങ്കര ഇത് മേടിക്കാതെ പോകാൻ പറ്റും. ഭയങ്കര നല്ല മാങ്ങ. ഇത് എങ്ങനെ പുഴു കയറ്റാതെ എടുക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പുഴു ഇതില് കേറൂല. ഇതില് അണ്ണാനെ പേടിച്ചാ മതി. അണ്ണാനെ അല്ലെങ്കിൽ വവ്വാല് അല്ലെങ്കിൽ മെരു. പുഴു എന്ന് പറഞ്ഞ സാധനം ഇതിൽ വരില്ല. നല്ല ക്ലാസ് മാവട്ടെ. സൂപ്പർ അല്ലേ? സൂപ്പർ. നമ്മൾ അവിടുന്ന് വന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിനായിട്ട് വന്നതാ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് പഴുത്തത്. അത് നിങ്ങളെ കാത്ത് നിക്കണ ഭാഗം. അതിലിട്ടോളൂ. പറയുകയും ചെയ്തു. ഇതാ മാങ്ങ നിങ്ങളെ കാത്ത് നിക്കാണ്. അതും ഗംഭീരം അല്ലേ? സൂപ്പർ. അണ്ടി ഇല്ല, കണ്ടില്ല? അണ്ടി എന്ന് പറഞ്ഞ ഒരു ബ്ലേഡ് പോലെയാണ് അതിന്റെ അണ്ടി. ഇതുമിട്ട് തിന്നു കഴിഞ്ഞാൽ ഇത് മതിയെന്ന് പിള്ളേരും വേറൊന്നും ഞങ്ങള് ഇതല്ലേ ഏതാണ്? അത് പൊട്ടിച്ചോ, അത് പൊട്ടിച്ചോ. നമ്മളെ ജപ്പാൻ പേരന്റെ റിവ്യൂ കൂടെ ആയിക്കോട്ടെ. ഇത് വെഞ്ചൂറി വെച്ചിട്ടുണ്ടോ ഇതിന്? ഇല്ല അല്ലേ? മറ്റേ ഒഴിക്കുവോ? ആ സാധനം ഞാൻ ഡ്രമ്മിൽ ഒഴിച്ചു. ആയിട്ടില്ല. പച്ച മുതിരില്ല. റെഡ് കളർ വരും. ഇത് റെഡാണോ? ആ, പ്യുവർ റെഡ്, സീഡ്ലെസ്. അതാണ് അതിന്റെ പ്രത്യേകത. മൊത്തം റെഡ് കളർ വരും. ഇനിയും ഒരു 1 മന്ത്, ഒരു മാസം സൈസും വരുമല്ലോ. ആ, നല്ല അത്യാവശ്യം സൈസ് വരും. ഇത് കണ്ടില്ലേ? ഇതിന്റെ മുകളിലൊന്ന് അണ്ണാന് കടിച്ചത്. അതിന്റെ കളർ കണ്ടോ? അത് ഇനിയും പഴുക്കാണ്ട്. അപ്പോഴേക്ക് അവര് വരുന്നതാണ്. നല്ല റെഡിഷ് കളറിലേക്ക് വരും അത്. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ നിങ്ങൾ കഴിച്ചാൽ അതിന്റെ ഫുള്ള് ഇത് കിട്ടൂല. പിന്നെ നാംഡോക്ക് ആദ്യം കഴിച്ചല്ലോ, മധുരം കിടക്കും. എല്ലാം കഴിക്കുന്നോണ്ട്. പക്ഷെ ടെക്സ്ചർ ഫുൾ റെഡ് വരും. നല്ല റെഡ് വരും. ഇനി ക്രിസ്പി. ഞാൻ അതിന്റെ റിവ്യൂല് പറഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പ. സൂപ്പർ സാധനമാണ് ഇത്. പേരയില് നമ്പർ 1. ഇതിനെ കഴിച്ചു വെക്കാൻ ഒരു പേരൊക്കെ ഇറങ്ങിയിട്ടില്ല. ടെക്സ്ചർ ഉണ്ട്. പിന്നെ പറഞ്ഞ സീഡില്ല. ചെറിയ സീഡ് 1-2 ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് എഫക്ട് ചെയ്യില്ല, ബാധിക്കൂല. ഇതിനെന്താ പറയുന്നത്? ജപ്പാൻ കിങ് എന്ന് പറഞ്ഞൊരു 2 വെറൈറ്റിയും കൂടെ നമ്മൾക്ക് റിസൾട്ട് കിട്ടാനുണ്ട്. ഇത് തായ്ലൻഡിൽ തന്നെ ജംബോ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഫംഗസും വന്നിട്ടുണ്ട്. കണ്ടില്ലേ? മരുന്നടിച്ച് കൊടുക്കണം. പോളിനേഷൻ നടക്കാതെ മരുന്നടിച്ച് കൊടുത്താൽ കണ്ടോ, പുഴുക്കളെ ഭയങ്കര ശല്യമാണ്. ഇതാണ് പുതിയൊരു വെറൈറ്റി. ഇനിയൊരു കിങ് ഉണ്ട്, ഞാൻ കാണിച്ചത്. ഇതാണ് തായിൻ്റെ കിങ് കോങ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു 3 ചാമ്പൻ്റെയും കൂടെ റിവ്യൂ കിട്ടിയാലും നമുക്ക് അത്യാവശ്യം നല്ല ചാമ്പകളിൽ ഏതാന്നുള്ള ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഇനി 2 ചാമ്പകൾ നമുക്ക് കൊടുക്കാനുള്ളത്. പിന്നെ നമ്മളെ ഡൽഹി ചാമ്പ 2 ചാമ്പക്കൊല്ലം ഉണ്ടായിട്ടുണ്ടായി. അത് എത്രത്തോളം അണ്ണാൻ നമുക്ക് തരുമെന്നുള്ള അറിയില്ല. എന്തായാലും ഒരു കവറിട്ട് വെക്കണം. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരെ ബായ്. അബ്ദുറസാഖ് തിരുവരി. ഒരു ചാമ്പയും കൂടെ കഴിക്കട്ടെ. ബായ്.